ഇടുക്കി ആമപ്പാറ സൗരോർജ്ജ പദ്ധതി തകർച്ചയുടെ വക്കിൽ. സൗരോർജ്ജ പാർക്കിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് ആക്ഷേപം. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ അടക്കം കത്തി നശിച്ചു. കോടികൾ മുടക്കിയ പദ്ധതി ഇപ്പോൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 180 വോൾട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായി 18 പാനലുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുകയും ചെയ്തു. ഓരോ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കും വ്യക്തികൾക്കും ഇവിടെ നിന്ന് ശേഖരിക്കുന്ന വൈദ്യുതി KECB സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളും എർത്ത് പിറ്റുകളും അടക്കം നിലവിൽ തകർന്ന അവസ്ഥയിലാണ്. 780 വോൾട്ടോളമാണ് ഈ പാനലുകൾ 18 പാനലുകൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരുന്നത്. ആ DBകൾ പലതും ഇവിടെ കത്തി നശിച്ചതായിട്ട് നമുക്ക് കാണപ്പെടാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ എർത്ത് വിറ്റ് ഉൾപ്പെടെയുള്ള ഐറ്റംസ് മാറി കിടക്കുന്നതും ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് പോലും ഇവർ വൈദ്യുതി നിലവിൽ കറണ്ട് ഇവിടെ ക്ഷാമമുള്ള സമയത്ത് പോലും സപ്ലൈ ചെയ്തിട്ടില്ല. ആവശ്യമായ സമയത്ത് മെയിൻ്റനൻസ് പോലും നടത്താതിരുന്നതാണ് സോളാർ പാനലുകൾ നശിക്കാൻ കാരണം. 4 വർഷമായിട്ട് ഈ സോളാർ പാർക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും ഈ സോളാർ പാർക്കിൻ്റെ ഈ സോളാർ പാനലുകൾ ഒരു പാനലുകൾ പോലും ക്ലീൻ ചെയ്തിട്ടില്ല. നോർമലി ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വൈദ്യുതി കിട്ടില്ല. എന്നാൽ ജലത്തിൻ്റെ ലഭ്യത പോലും നോക്കാതെയാണ് ഇവർ ഇവിടെ ഈ സോളാർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതും ഇത് ക്ലീൻ ചെയ്യാതെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സോളാർ പാർക്കിനാണ് ഈ ദുർഗതി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൗരോർജ്ജ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് അഭ്യർത്ഥിക്കുമ്പോഴും നിലവിലെ ആമപ്പാറ സോളാർ പാർക്ക് പുനരുദ്ധരിക്കാൻ വേണ്ട നടപടികളൊന്നും തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സോളാർ പാർക്കുകളിൽ വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി സോളാർ പാർക്ക് പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. ജനം, ഇടുക്കി.